Hello friends, welcome back to another interesting episode Faisal Vlogs. ഗൈസ് എൻ്റെ ബർത്ത്ഡേ ബ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. ഡിസംബർ 21 എൻ്റെ ബർത്ത്ഡേ. അന്ന് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ളതായിരുന്നു, പക്ഷേ ടൈം കിട്ടിയില്ല. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ ബർത്ത്ഡേ ബ്ലോഗും അത് മാത്രമല്ല എൻ്റെ പുതിയ ലോഗോ ലോഞ്ചിങ് ഉണ്ട്, അതും ഈ ഒരു വീഡിയോയിലൂടെ കാണാം. അതുപോലെ തന്നെ ഒരു ചെറിയ പ്രൊമോഷനും ഈ ഒരു വീഡിയോയിലൂടെ കാണാം. അപ്പൊ എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിനപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓളും കൂടി പ്രസ് ചെയ്തേക്കാം. അപ്പൊ നമുക്ക് കൂടുതൽ ഡേർപ്പിക്കാതെ തന്നെ വീഡിയോയിലേക്ക് പോയാലോ. ഹലോ ഫ്രണ്ട്സ്, വീഡിയോ കാണുന്ന മുമ്പായി നിങ്ങളുടെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗമാകാൻ മറക്കല്ലേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ഓളും കൂടി പ്രസ് ചെയ്യുക. നമ്മൾ എല്ലാവരും ബർത്ത്ഡേ ആഘോഷിക്കുന്നവരാണ്. ചെറുപ്രായം തൊട്ട് വയസ്സായവർ പോലും ഈ ഒരു കാലഘട്ടങ്ങളിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ബർത്ത്ഡേ അവര് വലിയ കാര്യമായിട്ടാണ് ഞാനടങ്ങുന്ന എല്ലാവരും സ്വീകരിക്കുന്നത്. നമ്മൾ ഇത്രയും കാലം ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് ഒരു ബ്രാക്കറ്റിലേക്ക് ഇട്ടാൽ, ഇനി നമ്മൾ എത്ര നാൾ ജീവിച്ചിരിക്കുമെന്ന് പറയുന്ന ഒരു ചോദ്യചിഹ്നം അവിടെ കൊടുത്താൽ അവിടെ നമുക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയില്ല. നമ്മൾ ഇത്രയും നാൾ ജീവിച്ചിരുന്നപ്പോ നമ്മൾ എന്ത് ചെയ്തു എന്ന് ഉള്ള ഒരു പ്രസിദ്ധമായ ഒരു ചോദ്യമുണ്ട്. നമ്മളൊരു 40 വയസ്സ് വരെയൊക്കെ ജീവിക്കുമ്പോഴാണ് ഒരു ബർത്ത്ഡേ ആഘോഷിക്കുന്നതെങ്കിൽ ആ ഒരു ബർത്ത്ഡേക്ക് നമ്മൾ ചോദിക്കുന്നു, ഞാൻ ഈ 40 വർഷം എന്ത് ചെയ്തു, എന്ത് നന്മയാണ് ചെയ്തതെന്ന് ഞാനും നിങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ഒരു പക്ഷേ ഒന്നും ഉണ്ടാവില്ല. മറിച്ച് നമ്മൾ ഈ 40 വർഷവും നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് പാവങ്ങളെ സഹായിക്കുകയും നമ്മൾ ആ ബർത്ത്ഡേ ദിവസങ്ങളിൽ ഒരുപാട് പാവങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയൊക്കെ ചെയ്താൽ, അവർക്ക് ഒരു നേരത്തെ അന്നം കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയായിരിക്കും അത്. അതുകൊണ്ട് ഈ ഒരു ബർത്ത്ഡേക്ക് എനിക്ക് കഴിഞ്ഞില്ല, അടുത്തൊരു ബർത്ത്ഡേക്ക് ഞാൻ തീർച്ചയായും അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളായിരിക്കും നടത്തുക എന്ന് പറയുകയാണ്. ഇപ്പോഴത്തെ ഒരു ബർത്ത്ഡേ ഒരു ചെറിയ സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ ഉള്ളായിരുന്നു, വലുതായിട്ടൊന്നും നടത്തിയില്ല. അപ്പോ ഈ ഒരു സന്ദേശം നിങ്ങൾ ഉൾക്കൊള്ളുക. നമ്മൾ ജീവിച്ചിരുന്ന എത്ര കാലമെന്നല്ല നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ ജീവിച്ചിരുന്ന കാലത്ത് നമ്മൾ എത്രമാത്രം നന്മ ചെയ്തിട്ടുണ്ട് എന്ന് ഞാനും നിങ്ങളും ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. നമുക്കിനി ബാക്കി അടുത്തതിലേക്ക് പോകാം. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് കേക്ക് മുറിക്കുന്ന ഭാഗത്തേക്കാണ്. അപ്പൊ നിങ്ങൾ അത് പോയെന്ന് കണ്ടിട്ട് വരും. സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്. ഓ ഇങ്ങനൊരു കപ്പ അങ്ങനെയല്ല, എടുത്തവന് വായിച്ചോ ശിവനെ. നമ്മുടെ ഫ്രണ്ട്സുകൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മള് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടത് കേക്ക് മുറിക്കുന്നതാണ്. ഇനി നിങ്ങൾ അടുത്തതായി കാണാൻ പോകുന്നത് എന്റെ ലോഗോ ലോഞ്ചിങ് ആണ്. അപ്പൊ അതൊന്ന് കണ്ടിട്ട് വരും. എന്റെ പുതിയ ലോഗോ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓപ്പണിലേക്ക് പോകാം. ലോഗോ ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പുതിയ ലോഗോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ബാക്കി ഞാൻ പറയാം. നിങ്ങളിപ്പോ ലോഞ്ച് ചെയ്ത ലോഗോ കണ്ടില്ലേ? ഈ ഒരു ലോഗോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ലോഗോ എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഒരു ചെറിയ പ്രൊമോഷൻ ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോ നിങ്ങൾ ആ പ്രൊമോഷനും കൂടി ഒന്ന് കണ്ടിട്ട് വരിക. ഞാനിപ്പോ നിൽക്കുന്നതാണ് കൊല്ലം ജില്ലയിലെ നിലമേൽ അലൻ സ്റ്റുഡിയോ ആണ്. ഇത് തിരുവനന്തപുരം കൊട്ടാരക്കര MC റോഡിലാണ്, നിലമേൽ ടൗണിലാണ്. ഇവിടുത്തെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ വെഡ്ഡിങ് ഗിഫ്റ്റ്, ബർത്ത്ഡേ ഗിഫ്റ്റ് തുടങ്ങിയവയൊക്കെ ഫോട്ടോ വെച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടീഷർട്ടിൽ നിങ്ങളുടെ ഫോട്ടോയോ ലോഗോയോ വെച്ച് ചെയ്തു തരും. അതുപോലെ നിങ്ങളുടെ വാഹനങ്ങളിലോ നിങ്ങളുടെ വീടുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന മാജിക് പില്ലോകൾ അവർ തയ്യാറാക്കി തരും.
കൊല്ലം തിരുവനന്തപുരം ജില്ലയിലെ വെഡ്ഡിംഗ് വീഡിയോകൾ എടുക്കാൻ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഞാൻ അവരുടെ നമ്പർ അടിയിൽ കൊടുത്തേക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ ബർത്ത്ഡേ വ്ളോഗ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. കുറെ നാളുകൊണ്ട് വീഡിയോ ഒന്നും അധികം വലിയ വീഡിയോസ് ഒന്നും ഇടാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് കുറെ വീഡിയോസുമായിട്ട് ഞാൻ എത്തുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണം. ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ബെല്ലൈക്കണിൽ ഓളും കൂടി പ്രസ് ചെയ്തേക്കുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.